അതെ, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ലോക്ക്ഡൗൺ ഒക്കെ അടിച്ച് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ തന്നെ ഈ പറയുന്ന പാചകത്തിൻ്റെ പരീക്ഷണം ഉണ്ടായി കാണും. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു, ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലത്തെ വേറെ പല വീഡിയോ ആയിട്ട് വരാൻ ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ചെറിയ എല്ലിരുന്നാലും കുഴപ്പമില്ല, മാക്സിമം ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസ് അല്ലേ രമ്യേ? ചെറിയ എല്ലിരുന്നാലും കുഴപ്പമില്ല. ചെറിയ എല്ലിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എന്തോ ചെയ്യാം, എല്ലില്ലാത്തത് മാറ്റി പിടിച്ച് നോക്കാം. ഒരു 10 വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓർത്തിരുന്നുള്ളൂ. തൊട്ടപ്പുറത്ത് നമ്മുടെ ചിക്കൻ. നമ്മൾ ഓരോ സാധനങ്ങളും വളരെ പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൗളത്തി എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇടുവാന്ന് പറഞ്ഞോ. നീ പറയുന്നത് പിടിച്ചോണ്ടിരിക്കുക. രമ്യ പറഞ്ഞ കേട്ടല്ലോ, ഈ ജാറിനകത്തോട്ട് തന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇടുക. ഞാൻ പറയുക അടുത്ത പറഞ്ഞോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സാധനം ഉണ്ട്, 1 മിനിറ്റ്. കുറച്ച് ചിക്കൻ 65 മസാലയും കൂടി ഇടുകയാണ് കേട്ടോ. ചിക്കൻ എല്ലാം പെറുക്കി ആ ഒരു ബൗളിലോട്ട് ഇടുക. ക്യാപ്സിക്കം പിന്നെ നമ്മൾ എന്താ ചെയ്തേ, ഈ കുറച്ച് മുമ്പ് ഇട്ടിരുന്ന പൊടികളെല്ലാം കൂടി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നിന്ന് അരച്ചോണ്ട് വരിക. ഒരു പേസ്റ്റ് പരുവത്തിലാക്കി കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ മസാലയ്ക്കകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇളക്കി അങ്ങ് എടുക്കുക. കൈ വെച്ചിളക്കിയാലും മതി കേട്ടോ. സ്പൂൺ വെച്ചിളക്കുമ്പോൾ ജാടയല്ല, കൈ നീറായിരിക്കാൻ എങ്ങനെ ചെയ്താലും മതി. അടിപൊളിയായിട്ടുണ്ട്. അത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കും. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതെന്താണ്? അതെ, അതും കൂടി പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിക്കാതെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജ് കയറ്റിയും വെച്ചേക്കണം. ഇതെല്ലാം മസാല ഇട്ട് കഴിയും. അപ്പോൾ ഇതങ്ങ് അരപ്പൊക്കെ അങ്ങ് പിടിച്ച് ചിക്കൻ്റെ അന്തർധാരകളിലോട്ട് ഇത് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നാരങ്ങ നീര് ചേർക്കുകയാണ്. സൂക്ഷിക്കണേ. അരനാരങ്ങ അല്ലേ? ഓക്കെ, അരനാരങ്ങയും കൂടി തേക്കുകയാണേ. സോറി, പിഴിഞ്ഞു കൊടുക്കുക. ഇനി വീണ്ടും ഇളക്കണം. ഒരുപാട് ഇളക്കല്ലേ. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കണം. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഓക്കെ, അതെ, എണ്ണ ചൂടായി. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് മസാലയൊക്കെ അത്രേ ഉള്ളൂ. കാര്യം മനസ്സിലായല്ലോ. നമ്മൾ അടുത്തായിട്ട് സവോള ഇതുപോലെ അരിഞ്ഞെടുക്കണം. എത്ര സവോള വേണം? ചെറിയ സവോള ആയതുകൊണ്ട് 3 എടുക്കുക. വലിയ സവോള ആണെങ്കിൽ 2 മതി. ഇതാ ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റുക. അതേസമയം തന്നെ ഒന്നെങ്കിൽ ആ എണ്ണ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എണ്ണയ്ക്കകത്ത് വെച്ചിട്ട് ഒരു 4-5 വത്തൽ മുളക് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആ എണ്ണ ഉപയോഗിച്ച് നമുക്ക് വേണം ചെയ്യാം, പക്ഷെ നമ്മൾ സമയലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രത്യേകം പാത്രത്തിൽ വേറെ എണ്ണ വെച്ച് ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഫ്രൈ ആയി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞിടുക. നമ്മുടെ ഒരു ചെറിയ ഉള്ളി ഇടാതെ നമ്മൾ ഈ പ്രാവശ്യം എന്താ ചെയ്തു, കുറച്ച് സവോളയാണ് ഇടുന്നത്. ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ വഴഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് വീണ്ടും ഇളക്കുക കേട്ടോ. ഇതൊക്കെ അതിനകത്തോട്ട് ഒരു ലേശം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, മല്ലിപ്പൊടി 1 സ്പൂൺ വേണ്ട, മല്ലിപ്പൊടി ഒരു 1/4 സ്പൂൺ മതി. കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി. എല്ലാ പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ടാൽ മതി. ഇതിന്റെ കൂടെ ഇടാൻ വേണ്ടി കുറച്ച് ക്രഷ് ചെയ്ത മുളക് വേണം കേട്ടോ. അപ്പോൾ ഒരു 5-6-7 ആ മുളക് എടുത്തിട്ട് അതിനെ ഒറ്റ കറക്കി എടുക്കുക, മിക്സിയിൽ ക്രഷ് ആക്കി എടുക്കുക. ഓക്കെ,
അതിലോട്ട് നമ്മൾ കൃഷി ചെയ്ത പത്തലമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 മുളകാണ് ഇട്ടേക്കുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ല എന്തായാലും ചേർത്തു, എങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. എത്ര അളവ് ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. നല്ല എരിവുണ്ട്, എരിവ് വേണ്ടാത്തവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക. ഞങ്ങൾ എന്തായാലും കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. നമുക്ക് കുറച്ച് അധികം എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഒരു 2 സ്പൂൺ ചേർത്തെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/4 അരയോ അത്രയായാലും ഏറ്റവും കുറച്ച് വയ്ക്കുന്നതാണ് അതിന് ടേസ്റ്റ്. തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരാവശ്യത്തിന് കുറച്ച് വെള്ളമായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമ്മളിനി നമ്മുടെ യഥാർത്ഥ നായകൻ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഇടാൻ പോവാണേ. ഇട്ടോ ഇതാ പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇളക്കുക അല്ലേ? അതെ. സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമായവർക്ക് നല്ല അടിപൊളി ഒരു വെറൈറ്റി ഡിഷായിരിക്കും ചിക്കൻ കൊണ്ടാട്ടം. ആ പേര് തന്നെ ഉണ്ട് അതിൻ്റെ സന്തോഷം, കൊണ്ടാട്ടം. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ഇത്തിരി അധികം ഇട്ടു, കാണാനും ഭംഗിയാണ്, നല്ല ഗുണങ്ങളുമാണ്. ആഹാ കിടക്കുന്നുണ്ട്, എന്ത് ഭംഗിയല്ലേ? അതെ അതെ. പൊളി. ഇനി ഇതും കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ ഇത് ഭംഗിയല്ലേ? അതെ, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ള ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ. Yeah,